പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും അഹങ്കരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ അഹങ്കരിക്കാനുള്ള ബോധവും ശക്തിയും ആര് തന്നു എന്നുള്ളത്. ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയ ആളാണ്. എന്നെ നോക്കാനും സംരക്ഷിക്കാനും കുറേ റിലേറ്റീവ്സും എന്നെ കെയർ ചെയ്യുന്ന കുറേ കൂട്ടുകാരും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നിലോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റില്ലായിരുന്നു. സെക്സ് ടോയ് ആയിട്ട് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് വീട്ടിൽ. ഭർത്താവിൻ്റെ സെക്സ് ടോയ്സ് ആയിട്ട് മാത്രം ജീവിക്കും. മക്കളുടെയും ഭാര്യയുടെയും എല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടും ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്ത എത്രയോ പുരുഷന്മാരുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതും നമ്മൾ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ് പുറത്തോട്ട് പോകുന്നതും ഇതിൻ്റെ ഇടയിലൊരു ടൈം പീരീഡ് നമ്മളൊരു യാത്രയിലാണ്. എല്ലാത്തിനെയും ആസ്വദിക്കുക, എല്ലാവർക്കും നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട, തിരിച്ച് പെയിൻ മാത്രമേ കിട്ടുള്ളൂ. അത് 100% ഉറപ്പാണ്. തിരിച്ച് പ്രതീക്ഷിക്കുന്ന അവസരങ്ങളിലൊക്കെ തന്നെയും കണ്ണീര് തോരാത്ത ദിനരാത്രങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മറ്റാളുകൾക്ക് വേണ്ടി സ്നേഹം കൊടുക്കാൻ അറിയാവുന്ന എനിക്കും താങ്കൾക്കും ഒക്കെ പറ്റിയിട്ടുള്ളത്. അതെ, എന്താ പറയുക, ഒരു സെക്സ് ടോയ് ആയിട്ട് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് വീട്ടിൽ. ഭർത്താവിൻ്റെ സെക്സ് ടോയ്സ് ആയിട്ട് മാത്രം ജീവിക്കുന്നു. ഒരു തരത്തിലുമുള്ള ഒരു ഭാര്യയ്ക്ക് എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിയെടുത്ത് മക്കളുടെയും ഭാര്യയുടെയും എല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടും ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്ത എത്രയോ പുരുഷന്മാരുണ്ട് പല വീടുകളിൽ. മനസ്സിലായോ? മക്കളെ ആ ജന്മം മുഴുവനും പണിയെടുത്ത് കഷ്ടപ്പെട്ട് ആ മക്കൾക്ക് വേണ്ടി നോക്കിയിട്ട് അവസാനം ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാത്ത വേദനിക്കുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ ചുറ്റും നമുക്കുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ പോലും അങ്ങനെയായിരിക്കും. ബന്ധങ്ങളിൽ എന്താണ് വാല്യൂ ഉള്ളതെന്നാണ്. നമ്മൾ മനുഷ്യരെ, നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും ഇൻഡിവിജ്വൽ വ്യക്തികളാണ്. അവർക്ക് അവരുടേതായ ഇമോഷൻസ് ഉണ്ട്, അവർക്ക് അവരുടേതായ സ്ട്രെസ് ഉണ്ട്, അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് അവരുടേതായ എന്താ പറയുക ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം ഉള്ള മനുഷ്യരാണ്. ഇവരെ നമ്മൾ അങ്ങനെ കണ്ടാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് അവരുടെ കൂടെ നിൽക്കാം. ഇപ്പോൾ എൻ്റെ അച്ഛൻ വളരെ മോശമായ ഒരാളാണെന്നെങ്കിൽ അദ്ദേഹം അങ്ങനെ ആവാനുള്ള ഒരുപാട് കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്നും ഒക്കെ കിട്ടിക്കാണും. പക്ഷേ പലപ്പോഴും ഞാൻ എടുക്കുന്നത് എന്താ, എനിക്ക് എന്ത് തന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് എന്ത് തന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്ന ഞാനുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഇരുന്നത് കൊണ്ടാണ്. ഒരു പക്ഷേ എൻ്റെ ജനനത്തിന് 1, 2, 3 മാസത്തിൽ അവരുടെ ഒരു അശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് ഇവിടെ ഇരുന്ന് കഥ പറയില്ല. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും അഹങ്കരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ അഹങ്കരിക്കാനുള്ള ബോധവും ശക്തിയും ആര് തന്നു എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും പല പാരൻസും, നമ്മളിപ്പോൾ കാണുന്നൊരു കാര്യമാണ്, പല പാരൻസും അവരെ തല്ലുക, കൊല്ലുക, ഉപദ്രവിക്കുക, വഴി തള്ളുക, അനാഥാലയത്തിൽ കൊണ്ടാക്കുക. ഇതെല്ലാം കാർമികമായിട്ട് തിരിച്ചു കിട്ടും. തെരേസയ്ക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് സോൾ കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്ന, ഒരുപാട് സോളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ പാപഭാരം എല്ലാം പേറി അവസാനം ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും സക്സസ് ആവുന്നില്ല എന്നും പറഞ്ഞ് കരഞ്ഞ് പിഴിഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ അവർക്ക് ഇങ്ങനെ സഹായം കൊടുത്തു. ഇല്ല, സഹായം കൊടുക്കേണ്ട 2 വ്യക്തികളെ നമുക്കുണ്ടായിരുന്നു. അവർക്കൊന്നും നമ്മളത് കൊടുത്തിട്ടുമില്ല. അവസാനം ഈ കാർമിക് സാധനം ചുമന്ന് നടക്കുക ജീവിതത്തിൽ മുഴുവനും. അപ്പോൾ ഒരു പക്ഷേ വളരെ ചെറുപ്പത്തിൽ, എനിക്ക് തോന്നുന്നൊരു എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു 8-9 വയസ്സായപ്പോൾ ഞാൻ വളരെ സ്പിരിച്വലായി മാറി. പക്ഷേ എനിക്ക് ഒരിക്കലും എൻ്റെ ഒരു സ്പിരിച്വാലിറ്റി പുറത്തേക്ക് എടുക്കാനോ കാണിക്കാനുള്ള സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാനൊരു പക്ക ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു പയ്യനാണ്. അതൊരു പക്ഷേ ഒറ്റപ്പെടലായിരുന്നു അതിനൊരു ആധാരം. ഒരു പക്ഷേ എനിക്കെല്ലാം അന്ന് പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇരുന്ന് സംസാരിക്കാൻ ഉണ്ടാവില്ലായിരുന്നു. ഒരു പക്ഷേ വളരെ സ്നേഹമുള്ളൊരു അച്ഛനും എനിക്ക് എന്തും ചോദിച്ചാൽ വാങ്ങി തരുന്ന ഒരു അമ്മയും എന്നെ നോക്കാനും സംരക്ഷിക്കാനും കുറേ റിലേറ്റീവ്സും എന്നെ കെയർ ചെയ്യുന്ന കുറേ കൂട്ടുകാരും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നിലോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് എന്തില്ല എന്ന് എനിക്ക് മനസ്സിലായ സമയമായിരുന്നു അത് മൊത്തം. ഈ നിമിഷവും എനിക്ക് എന്തില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്ന സമയങ്ങളാണ്. അതായത് ഒരിക്കലും ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയില്ല. ഇവിടെ നമ്മൾ ആയിരുന്നു കഴിഞ്ഞ് സംസാരിച്ച്, നമുക്ക് ചുറ്റും എല്ലാവരും വളരെ ഈസി ആയിട്ട് ഹാപ്പി ആവുന്നു. ശരിയല്ലേ? വളരെ ഈസി ആയിട്ട്, ഇത്ര പോലും സ്ട്രെസ് എടുക്കുന്നില്ല അവർ. ഒരു വളരെ സിമ്പിളായിട്ട് അവർ രാവിലെ ജോലി എടുക്കുന്നു, അവർ ഒരു 500 രൂപ 1000 രൂപ ശമ്പളം വാങ്ങിക്കുന്നു, അവർ എന്നിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്നു. പലപ്പോഴും ഇതെല്ലാം ഉണ്ടായിട്ടോ ഇല്ലാന്നിട്ടോ നമുക്ക് ആ പോയിന്റിലോട്ട് എത്താൻ പറ്റുന്നില്ല.
നമ്മൾ എങ്ങനെയെല്ലാം ഒരു റിലേഷൻഷിപ്പിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയാലും, നമ്മൾ എങ്ങനെയെല്ലാം നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് നമ്മുടെ കൂട്ടുകാരുടെ കൂടെയോ നമ്മുടെ ബന്ധുക്കാരുടെ കൂടെ നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാലും അറ്റ് എ ടൈം കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ അതുവരെ അത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്ന നിമിഷം. പലപ്പോഴും ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയ ആളാണ്. ഒറ്റപ്പെടുക എന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീഡങ്ങളിൽ ഒന്ന്. അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഒറ്റപ്പെട്ടതിന് ശേഷം നമ്മളെടുക്കുന്ന ഒരു റിയാലിറ്റി ഉണ്ട് നമ്മുടെ ബോധത്തിൽ. ഇത് ഞാനിങ്ങനെ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയാൻ മനസ്സിലാകും റോജിന്, മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ ചാനൽ കാണുന്നതൊക്കെ അങ്ങനെയുള്ള ആളുകളാണ്. പലപ്പോഴും നമുക്കില്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കല്ല വേണ്ടത്. നമുക്കത് എന്തുകൊണ്ട് ഉണ്ടായില്ല, അതിനും നമുക്ക് യോഗ്യതയില്ല എന്നർത്ഥം. അതിലും വലിയൊരു കാര്യത്തിലായിരിക്കും നമ്മൾ പോകേണ്ടത്. പലപ്പോഴും ഞാൻ പല സ്ഥാപനങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിട്ട് ഒരു പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരണ്ട, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് അനുവദിക്കില്ലാത്ത, അതില്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഇപ്പം ഞാൻ ഈ മാധ്യമപ്രവർത്തനത്തിന് മുമ്പ് പല ബിസിനസ്സുകളും ചെയ്തിട്ട് എന്നെ ഒരുപാട് എനിക്ക് ചതി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ബിസിനസ് ചെയ്യുന്നു, എൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ചതിക്കുന്നു, ലക്ഷങ്ങൾ കടം വരുന്നു. ഞാൻ പിന്നെയും ഒരു ബിസിനസ് ചെയ്യുന്നു, എന്നെ അവർ പിന്നെയും ചതിക്കുന്നു. അവസാനം വേണ്ട പോട്ടെ, വെറുതെ എന്നാൽ പോയി പഠിച്ചതെല്ലാം ജേർണലിസമാണ്, എന്നാൽ പോട്ടെ എവിടെയെങ്കിലും ജോലിക്ക് ഇറങ്ങാം. ഭയങ്കര ഇമോഷണൽ ഭയങ്കര വീക്കായി. കാരണം എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ ജഡ്ജ് ചെയ്യുന്ന, എന്നെ ചീത്ത പറയുന്ന, എന്നെ കറക്റ്റ് ചെയ്യുന്ന, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയെന്ന് തോന്നുന്ന ഫ്രണ്ട് സർക്കിളാണ്. ഒരു പക്ഷേ അച്ഛനമ്മയ്ക്കൊന്നും അത്രത്തോളം പറ്റണമെന്നില്ല. പല അച്ഛനമ്മമാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മയൊന്നും അങ്ങനെ ഒരു ചെയ്യുന്ന ആളുകളല്ല. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് ബിസിനസ് മേഖലയിൽ പോവാതിരുന്നതും മാധ്യമ പ്രവർത്തനത്തിലോട്ട് കടക്കുകയും ഒരു ജേർണലിസ്റ്റ് ഫേസിൽ നിന്ന് പിന്നീട് അതൊരു സ്പിരിച്വൽ സ്പേസിലോട്ട് ആവുകയും. കാരണം ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു എൻഡിങ് പോയിന്റിൽ നിന്നിട്ടാണ് ഇതിലോട്ട് കൺവേർട്ട് ആവുന്നത്. എല്ലാ ആളുകൾക്കും അങ്ങനെയാണോ റോജിന്? എന്താ വെച്ചാൽ ആത്മീയ തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലൈഫ് എന്നൊരു ലൈഫ് പണ്ട് കാലത്തിൽ അല്ലെ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു 60 വയസ്സ് 65 വയസ്സ് വാനപ്രസ്ഥ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് പോയി ലാസ്റ്റ് സ്റ്റേജിലാണ് ആത്മീയത അല്ലെങ്കിൽ അങ്ങനൊരു ഭൗതിക ജീവിതത്തിനോട് താല്പര്യമില്ലാതെ പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമുക്ക് ചുറ്റും കണ്ടുവന്നിരുന്നത്. എന്നാൽ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആത്മീയതയും പ്രായവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് റോജിന് തോന്നിയോ? പേഴ്സണലി ഒരു ബന്ധമില്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ബന്ധമില്ല. ആക്ച്വലി നമ്മുടെ സോളാണിതെല്ലാം. ശരീരത്തിന് എന്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു അല്ലെങ്കിൽ ശരീരത്തിന് എന്ത് ഇത് വരുന്നു എന്നുള്ളത് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻസ് അല്ല. ഒരു പക്ഷേ നമ്മളെക്കാളും വളരെ സ്പിരിച്വലായിട്ടുള്ള ജനിച്ച കുഞ്ഞുങ്ങളുണ്ടാവും ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതതിൻ്റെ ബന്ധമില്ല. പിന്നെ സ്പിരിച്വാലിറ്റിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ശരിയല്ലേ? അതൊരു അനുഭവമാണ്. ദൈവം എന്ന് പറയുന്നതും ദൈവം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴും ഇതെല്ലാം ഒരു അനുഭൂതിയാണ്. ഇത് അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇതല്ലാതെ ഇത് ഇങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ആ വ്യക്തിക്ക് ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആസ്ട്രലിൽ പോയി കാണുകയും ഈശ്വരമായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ മിക്കപ്പോഴും ഉള്ളതാണ്. മേജർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജസ് അവിടെ നിന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മെസ്സേജസ് ഒക്കെ ക്രോഡീകരിച്ചിട്ടാണ് ഓട്ടോബയോഗ്രഫി ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന മെസ്സേജസും ഒക്കെ 2023 ഫെബ്രുവരി മാസത്തിലെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ റോജിനോട് പറഞ്ഞില്ലേ, ടൈഫോയിഡ് കേസ് പറഞ്ഞില്ലേ. അപ്പം അന്ന് എന്നെ തിരികെ കൊണ്ടുപോകാനായിട്ട് വിളിച്ചു. പക്ഷെ അന്ന് ഞാൻ പോയില്ല. പിന്നീട് പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആസ്ട്രലിൽ പോകുന്ന സമയത്ത് കാണാൻ പറ്റുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ആളുകളോട് പറഞ്ഞു കൊടുത്താൽ അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. ഈശ്വരമായിട്ടൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻസും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിൽ അത് എല്ലാ മനുഷ്യർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ ചുരുക്കം. ഇപ്പം ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിലും സോൾ ട്രാവൽ ചെയ്ത വ്യക്തിയാണ്. ഞാൻ പല ആളുകൾക്കും സോൾ ട്രാവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ച് അങ്ങനെ ചെയ്ത് കൊടുത്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എല്ലാ മനുഷ്യർക്കും സോൾ ട്രാവൽ ചെയ്തതിന് ശേഷം തിരിച്ചു വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഓക്കെ അല്ല. പല ട്രോമയിലോട്ട് പോകുന്നു, പല ഡിപ്രഷൻ ആവുന്നു. അതോടെ ഞാൻ അത് നിർത്തി. ഞാൻ പിന്നെ ഇനി എത്ര എന്നെ ഫോഴ്സ് ചെയ്താലും ഞാൻ സോൾ ട്രാവൽ ചെയ്യില്ല എന്ന് തന്നെ പറയാറുണ്ട്. പലപ്പോഴും ക്ലയൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. കാരണം ഇപ്പോൾ സോൾ ട്രാവലാണ്. പലപ്പോഴും സോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല.
കാരണം നമ്മൾ ഒരു രീതിയിലുള്ള സജഷൻസ് ഫയർ ചെയ്യുന്നില്ല. എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോളിനെ. സോൾ ട്രാവൽ ചെയ്ത് തിരിച്ച് വരുന്ന സമയം വരെ നമ്മുടെ എനർജി തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എനർജിയിലൂടെ കമ്മ്യൂണിക്കേഷൻ, ആ വ്യക്തി എന്ത് കാണുന്നു, ആ വ്യക്തി എന്ത് അനുഭവിക്കുന്നു, ഇതെല്ലാം നമുക്ക് ഫീൽ ആവാൻ തുടങ്ങും. കരച്ചിലാണെങ്കിൽ ആ ഇമോഷൻ നമ്മളായിരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നത്.